ഈ തറവാട് പണ്ട് കാലത്ത് ഈ താമസിച്ചിരുന്ന അവരുടെ ഇതിൽപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. ആ സ്ഥലം ഞങ്ങളുടെ കാരണന്മാർ വാങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഈ തറവാട് വലിയൊരു ഓല മേഞ്ഞിട്ടുള്ള വലിയ തറവാടായിരുന്നു. പിന്നീട് അത് ഓട് മേഞ്ഞതാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഓട് മേഞ്ഞ ഒരു സമയത്ത് ഞങ്ങളെ വീട്ടിൽ ഉമ്മർത്തിങ്ങനെ കുറേ കാരണന്മാർ തലമുറകളായിട്ട് വന്ന, ഞങ്ങളൊക്കെ എത്രാമത്തെ തലമുറയാന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഓർമ്മയുള്ളതിൽ ഒരു 5 തലമുറ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അമ്മമ്മയുടെ അമ്മ, പിന്നെ എൻ്റെ അമ്മ, എൻ്റെ ചേച്ചിക്കും മകളുണ്ടായിട്ടാണ് അമ്മമ്മയുടെ അമ്മ മരിച്ചത്. അപ്പോൾ 5 തലമുറ എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. അതിൻ്റെ അപ്പുറത്തെ തലമുറകൾ അമ്മാവന്മാരും അമ്മായിമാരൊക്കെയാണ്. അപ്പോൾ അതിലേതോ ഒരു ആൾ ഇങ്ങനെ വീട്ടിലെ കസാലയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മഴ പെയ്യുമ്പം അവർ പറയും, ആരോ തൊപ്പിക്കോടെ ഇട്ടിട്ട് ഇതിന് ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ എന്ന് പറയാറുണ്ട്. അപ്പോൾ മറ്റവരൊന്നും കേൾക്കണില്ല, ഈ അമ്മാവൻ മാത്രമേ കേൾക്കണുള്ളൂ. ആരോ ഇങ്ങനെ നടക്കുന്നുണ്ട്, തൊപ്പിക്കോടെ ഇട്ട് നടക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ ആരാന്ന് മനസ്സിലാവില്ല. അങ്ങനെ പണ്ടൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും സംശയങ്ങളും കുട്ടികൾക്ക് അസുഖമൊക്കെ വന്നാൽ ഡോക്ടറെ അടുത്ത് പോണേക്കാളും മുന്നേ ഒരു പണിക്കരെ വിളിച്ച് രാശി വെക്കലാണ്. അങ്ങനെ ഇതെന്താ കുട്ടികൾക്കൊക്കെ എന്തൊക്കെയോ ഒരു വയ്യായൊക്കെ ഉണ്ട്, ഈ തൊപ്പിക്കുടയിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു പണിക്കരെയൊക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ അത് നടക്കുന്നത് പാട്ടിയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് പാട്ടി ഇങ്ങനെ ഈ പറമ്പ് വിട്ടു പോയിട്ടില്ല, നടക്കുകയാണ്. അപ്പോൾ ഈ പാട്ടി ആരാണെന്നുള്ളത് ചോദിച്ച സമയത്ത് വലിയ തലമുറ പണ്ട് അവർക്ക് കുറേ മന്ത്രവാദങ്ങളും കാര്യങ്ങളാണ്. അതിലത്തെ വലിയൊരു പ്രായമായിട്ടുള്ള ഒരു പാട്ടി, അത് നമ്മൾ ഈ വീടുകളിലേക്കൊക്കെ വരുന്നതാണ്. അവർക്ക് പിന്നെ അവരൊക്കെ എണ്ണയ്ക്കൊക്കെ വരുമ്പോൾ എണ്ണ കൊടുക്കുമ്പോൾ വലിയൊരു കിണ്ണത്തിലാണ് എണ്ണ. ആ കിണ്ണൊക്കെ ഞങ്ങളെ വീട്ടിൽ കുറേ കാലം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇരുപ്പ് വെച്ചിട്ടുള്ള ഒരു കിണ്ണായിരുന്നു. അതിൽ ശരിക്കും ഒരു നാഴി എണ്ണ ഒക്കെ കൊള്ളുന്നൊക്കെ പറയും. അപ്പോൾ അതുണ്ട്. അവർ തിരുവായുസ് എന്ന് പറഞ്ഞിട്ട് വരിക. അങ്ങനെ ഒരു തിരുവായുസ് എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ എണ്ണ കൊടുക്കണം, അരി കൊടുക്കണം, പൈസ എന്തെങ്കിലും കൊടുക്കണം. അപ്പോൾ ഇവർക്ക് എണ്ണ കൊടുക്കുമ്പോൾ വലിയ മുത്തശ്ശി, ആരാന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ, അവർ പറഞ്ഞു കേട്ടതാണേ. അപ്പോൾ പറഞ്ഞു, എന്തിലാപ്പോൾ എണ്ണ കൊണ്ടുപോവുക, അതിനെന്താ അങ്ങോട്ട് ഒഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവർ ഈ വയറിൻ്റെ മടക്ക് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കും. അതിലേക്ക് ഈ എണ്ണ ഒഴിക്കും. എണ്ണ എങ്ങടാ പോണതെന്ന് ആരും കണ്ടിട്ടില്ല. അവരങ്ങനെയാണ് അത്ര ചെയ്യാറുള്ളത്. അത് പറഞ്ഞു കേട്ട അറിവാണ്. നിങ്ങൾക്കത് തമാശയായിട്ട് തോന്നും, ഞാനൊക്കെ അത് വിശ്വസിക്കുന്നവർ പറഞ്ഞു കേട്ട അവസ്ഥയിൽ കേട്ടോ. എന്തായാലും അങ്ങനെയാണ് ചെയ്തത്. അങ്ങനത്തെ ആൾക്കാരൊക്കെ ജീവിച്ചിരുന്ന സ്ഥലമായിരുന്നു എന്ന് പറയണു. അപ്പം ഇത് നോക്കിയ സമയത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു പാർട്ടിയുണ്ട്, അവരാണ് ഈ തൊപ്പിക്കുട വെച്ച് നടക്കുന്നത്, അവർ ഈ പറമ്പ് വിട്ടു പോവില്ല എന്ന് പറഞ്ഞു. അപ്പം അന്ന് ഞങ്ങളുടെ വലിയ അമ്മാവനാണ് ഇങ്ങനത്തെ ചില വിശ്വാസങ്ങളൊന്നുമില്ല. അപ്പം ഇനി അതിനെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവരെ എങ്ങനെയെങ്കിലും ആവാഹിച്ചൊക്കെ എടുത്ത് കൂട്ടി വെക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ അമ്മാവൻ പറഞ്ഞു, അതൊന്നും ഇവിടെ നടക്കില്ല. അത് എങ്ങനെയായാലും ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്. അമ്പലം എന്ന് പറഞ്ഞാൽ പള്ളത്തിങ്കാവ് എന്നാണ് ഞങ്ങൾ പറയുക. അവിടെ ഇങ്ങനെ കുറേ ഒക്കെ കുടി വെച്ച സ്ഥലങ്ങളാണ്. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് അവർക്ക് ഒരു പ്രത്യേക സ്ഥലമുണ്ട്, അവിടെ വെക്കാറുണ്ട്. അപ്പോൾ അവിടേക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ അവിടുത്തെ അറിയുന്ന ആളവരോട് ചോദിച്ചാൽ കൊണ്ടുവന്നോളാനൊക്കെ പറഞ്ഞു. അങ്ങനെ അതിനുള്ള മന്ത്രവാദങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തിരുന്നു. ഒരുപാട് ആൾക്കാരെ വെച്ച് പടിഞ്ഞാറ്റയിൽ വെച്ചിട്ട് പൂജകളും കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇവർ ആവാഹിച്ച് എന്തോ ചെന്തെങ്ങിൻ്റെ കരിക്കിലേക്ക് ആക്കി കോർക്ക് കൊണ്ട് അടച്ച് പിന്നെ ഇവർ അമ്പലത്തിൽ ആ കാവിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പണ്ടത്തെ മാതിരി നമുക്ക് ഗേറ്റ് ഇങ്ങോട്ട് തുറന്നപ്പോൾ തന്നെ പൂമുഖത്തേക്ക് കയറുന്ന വീടൊന്നുമില്ല. ആ വഴിയിലേക്ക് നടക്കണമെങ്കിൽ ഒരുപാട് ദൂരം നടന്നിട്ട് വേണം ഗേറ്റ് എത്താൻ. അപ്പം ഇങ്ങനെ ഇതുപോലെ ഇവർ കൊണ്ടുപോയി ആ ഗേറ്റ് ഇങ്ങോട്ട് കടക്കലും ടേ എന്ന് പറഞ്ഞ് പൊട്ടിയിട്ട് ആ കോർക്ക് പടിഞ്ഞാറ്റയുടെ ഉള്ളിലെത്തിപ്പെടുന്ന പറയും. അപ്പോൾ അത്രയും ദൂരത്തുനിന്ന് ഈ കോർക്ക് പൊട്ടി ഞങ്ങൾ പടിഞ്ഞാറ്റയിലേക്ക് തന്നെ വന്ന് വീണ് കഴിഞ്ഞാൽ വീണ്ടും ഇവർ വന്നിട്ട് എടുത്ത പണി തന്നെ വീണ്ടും എടുക്കും. അങ്ങനെ ഒരു 3 or 4 പ്രാവശ്യം ഇങ്ങനെ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സമ്മതിക്കാതിരുന്ന കാരണവർ എന്താപ്പം ഇതെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും ഈ പ്രശ്നം വെപ്പൊക്കെ തുടങ്ങും. ആ പണിക്കർ പോയിട്ടൊന്നുമില്ല അവിടെ നിന്ന്. അവർ പറഞ്ഞു, ഒരു രക്ഷയില്ല, ഇത് ഇവിടുന്ന് പോവുമൊന്നുമില്ല, അതുകൊണ്ട് ഇത് ഇവിടുത്തെ പറമ്പിൽ എവിടെയെങ്കിലും വെക്കുകയായിരിക്കും നന്നാവുക എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും കൂടി നോക്കാമെന്ന് പറഞ്ഞു. പിന്നെയും ഇതേപോലെ തന്നെ ഗേറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും, ഇത് ഇങ്ങോട്ട് പൊട്ടി വീട്ടിലേക്ക് തന്നെ വരും. അങ്ങനെ അവസാനം നിവൃത്തിയില്ലാതെ
എന്നാൽ ശരി അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇത് കുറേ വീട്ടിൽ നിന്ന് കുറേ വിട്ടിട്ടുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ ഒരു കല്ലിൽ ആവാഹിച്ച് അവിടെ വെച്ചു. അപ്പം ഇനി എന്ത് ചെയ്യണം എന്നായി. എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാനൊന്നുമില്ല. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഒരു പൂജ ചെയ്താൽ മതി. പിന്നെ കാര്യമായിട്ട് ഇവർക്ക് വേണ്ടത് ഇവിടുത്തെ വിളക്ക് കാണുക എന്നുള്ളതാണ്. ഈ തറവാട്ടിൽ വിളക്ക് കാണണം, അത്രേ അവർക്ക് ആവശ്യമുള്ളൂ. കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പൂജ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോ കൊല്ലത്തിൽ അതും പൂജ ചെയ്യാൻ അവരുടെ തറവാട്ടിൽപ്പെട്ട ആൾ തന്നെ വരണം. അതുകൊണ്ട് അവരുടെ തറവാട്ടിലത്തെ ആൾ തന്നെയാണ് വന്നിട്ട് പൂജ ചെയ്യാറുള്ളത്. അങ്ങനെ അവർ വന്ന് പൂജ ചെയ്തിട്ട് പോകും. ഞങ്ങൾ വീട്ടിലൊക്കെ ഒരുക്കി കൊടുക്കും. അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ കല്ലിന് ആവാഹിച്ച് അവിടെ വെച്ചിരുന്നു. ഞങ്ങളിവിടെ വീട്ടിൽ നിന്ന് വിളക്ക് കൊളുത്തി കാണിച്ചു കൊടുക്കും. അവിടെ ഒരു ചെറിയ വിളക്കും വെച്ചിരുന്നു. ആ വിളക്കും കത്തിക്കാറുണ്ട്. അമ്പലമായിട്ടൊന്നും ഇല്ലായിരുന്നു. ഒരു തറയില്ല, വെറുതായിട്ടൊരു കല്ല് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഏതോ ഒരു അമ്മാവനെന്തോ ഇവരോടെന്തോ പ്രാർത്ഥിക്കെന്തോ ചെയ്തു. അവർക്ക് എന്തോ കാര്യം സാധിച്ചു കൊടുത്തപ്പോൾ അവരൊരു കുറച്ചെകരുള്ളൊരു തറ കെട്ടി ഈ കല്ല് കുറച്ച് ഉയരത്തിൽ വെച്ചു. ചുറ്റും പയനും ഈയക്കുറ്റിയും നടന്നിട്ടുള്ള ഒരു മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരുന്നു. ആ മരങ്ങൾ ഇങ്ങനെ വളർന്നിട്ട് ആ തണലിലാണ് ഈ കല്ല് ഇരുന്നിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഒരുപാട് കാലം. അപ്പോൾ അന്നൊക്കെ വീട്ടിൽ ഇന്നത്തെ മാതിരി ഗ്യാസൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ വിറകടുപ്പാണ്. വിറകടുപ്പിന് പറമ്പിൽ ഈ ഈയോ പയനൊക്കെ മുറിച്ചിട്ടാണ് വിറകുണ്ടാക്കുക. അപ്പോൾ ഈ സമയത്ത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും, വിറക് തീർന്നല്ലോ എന്ന് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി, ആ പാട്ടീനെ കുടിവെച്ച പറമ്പിൽ അവിടെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ, അതൊന്ന് മുറിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആ വലിയ മരം നോക്കിയിട്ട് അവിടുന്ന് മുറിച്ചു. 2 മരം അവിടുന്ന് മുറിച്ചു, 2 പയന് അവിടുന്ന് മുറിച്ച് വീഴ്ത്തിയിട്ടു. ഇതായിട്ടൊന്നുമില്ല. പിറ്റേ ദിവസം വിളക്ക് കത്തിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു വലിയൊരു സർപ്പം, പഴയ വയസ്സായ മാതിരത്ത് ഒന്നിങ്ങനെ വല്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കും. അമ്മമ്മയൊക്കെയാണെന്ന് വിളക്ക്. അമ്മമ്മയ്ക്കൊക്കെ അന്ന് 17-18 വയസ്സൊക്കെയാണ് എന്ന് പറയും. അമ്മമ്മയുടെ അനിയത്തിൻ്റെ, അതായത് ശരിക്കും അമ്മമ്മയുടെ ചെറിയമ്മയായിട്ട് വരും. പക്ഷെ ഇവർ ഒരേ പ്രായമാണ്. അങ്ങനെ ഇവർ 2 പേരും കൂടിയാണ് ഒരുമിച്ച് നടക്കുക, ഒരുമിച്ച് പോവുക. അങ്ങനെയാണ് ഇവർ 2 പേരും. അപ്പോൾ അമ്മമ്മയെ വിളക്ക് എത്തിക്കാൻ പോയപ്പോൾ ഇങ്ങനെയൊരു സംഭവം കണ്ടു. അമ്മമ്മ ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനൊരു സാധനം ഉണ്ട് അവിടെ എന്ന് പറഞ്ഞു. ആരും അത്ര ശ്രദ്ധിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ വീട്ടിൻ്റെ വാതിൽ തുറന്നപ്പോഴും ഇങ്ങനെയൊരു സാധനത്തിന് അവിടെ കണ്ടു. അപ്പോഴും ആരും അതിനെപ്പറ്റി അറിഞ്ഞു. പിന്നെ കുട്ടികൾക്കൊക്കെ ഓരോ വയ്യായ കാര്യങ്ങൾ ഇതെല്ലാം വന്ന സമയത്ത് വീണ്ടും ഈ പണിക്കരെ വിളിച്ച് പ്രശ്നം വെപ്പിച്ചവ പറഞ്ഞു, എനിക്ക് അമ്പലവും ഇല്ല, ഞാൻ ആ ഇതിൻ്റെ തണലിലാണ് ഇരുന്നിരുന്നത്, അതുകൊണ്ട് അതും വെട്ടി. ഇപ്പം ഞാൻ പൊരിഞ്ഞ വെയിലത്തായിരിക്കണത്, എന്താ ചെയ്യുക, എനിക്ക് വെയിൽ കൊണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല എന്ന് പറയണു. അപ്പം ഇനി അതിനെന്താ ഒരു പ്രതിവിധി ചോദിച്ചു. പ്രതിവിധി ഒന്നുമില്ല, അതേ ആ മുറിച്ചിട്ട പയന് പോലത്തെ 2 പയൻ അവിടെ വെച്ച് പിടിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ 2 പയൻ അവിടെ വെച്ച് പിടിപ്പിച്ചു. അമ്മമ്മയും അമ്മമ്മയുടെ അനിയത്തിയും 2 പേരും കൂടി വെള്ളം കൊണ്ടുപോയി നനച്ചുണ്ടാക്കിയത്. ആ പയൻ ഇന്നും അതിൻ്റെ ബാക്കിലുണ്ട്. ഇന്നും ആ ഞങ്ങൾ പാട്ടിമുത്താച്ചി എന്നാണ് പറയുക. ആ പാട്ടിമുത്താച്ചിൻ്റെ അമ്പലത്തിൻ്റെ ബാക്കിൽ ആ 2 പയന് ഇന്നും പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് ഇപ്പോഴും. അത് മുറിച്ചിട്ടൊന്നുമില്ല. എല്ലാവർക്കും പേടിയാണ്. പിന്നെ ഓരോരുത്തർക്കും ഓരോ കാര്യസാധ്യങ്ങൾ വന്നതുകൊണ്ട് എന്തായി, ചെറുതായിട്ടൊരു അമ്പലം ഉണ്ടാക്കി, വിളക്കുകളുണ്ടാക്കി. പിന്നെ ഓരോരുത്തർ പാട്ടിമുത്താച്ചിക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിചാരിക്കും, പലരും പല രീതിയിൽ കൊണ്ടുവരും. ഇങ്ങനെയായി. അപ്പം അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് പോകേണ്ട വലിയ ബുദ്ധിമുട്ടില്ലാതെ അന്നൊക്കെ പോയിരുന്നു. അന്നൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള വലിയ തറവാടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കാരണന്മാർ തരുന്നതുകൊണ്ട് ജീവിച്ചു പോവുകയല്ലേ ചെയ്യുക. അങ്ങനെ കഴിഞ്ഞ് ഈ കൊല്ലത്തിൽ 1 പ്രാവശ്യം ഈ പൂജ ചെയ്യാൻ അങ്ങനെ ഒരുപാട് ഒരുക്കങ്ങളുണ്ട് അവർക്ക് ചെയ്യാൻ. അതെല്ലാം ചെയ്ത് ഉണ്ടാക്കി വീട്ടിൽ നിന്ന് തന്നെയാണ് അതൊക്കെ ഉണ്ടാക്കുക. അതൊക്കെ ചെയ്ത് കോഴിൻ്റെ എന്തൊക്കെയോ പൂജകളൊക്കെ ഉണ്ട്. അതൊക്കെ അവർ വന്നിട്ടാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അത് ചിലവ് കൂടുതലാണ്. അപ്പോൾ ഇവരെ നോക്കിയ സമയത്ത് ഇവർ പറഞ്ഞു, എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട, എനിക്കുള്ളത് ഞാൻ തന്നെ കൊണ്ടുവന്നോളൂ, നിങ്ങൾ ആരും ബുദ്ധിമുട്ടണ്ട, എനിക്ക് വേണ്ടത് ഞാൻ തന്നെ കൊണ്ടുവരുമെന്ന് ഈ പ്രശ്നത്തിലൊക്കെ പറഞ്ഞു. പക്ഷെ അത് സത്യമാണ്. ശരിക്കും ഇന്നത്തെ കാലത്തൊക്കെ സമ്പന്നയാണ് പാട്ടിമുത്താച്ചി.
ഇഷ്ടം പോലെ പൈസയാണ്. അത് വീട്ടുകാരെന്നല്ല നാട്ടുകാർക്കും കൂടി വിശ്വാസമാണ്. ഒരു സാധനം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വിചാരിച്ച് പാട്ടിമുത്താച്ചിക്ക് ഇന്ന എണ്ണ അല്ലെങ്കിൽ ഇന്നത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ സാധനം തിരിച്ചു കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് ഞങ്ങൾക്കല്ല മറ്റെല്ലാവർക്കും വിശ്വാസമാണ്. ഇഷ്ടം പോലെ വരവാണ് അവിടെ വരുന്നത് ഒരുപാട് കാര്യങ്ങൾക്കായിട്ട്. അപ്പോൾ വർഷത്തിലൊരിക്കൽ ഈ കൊടുക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അതിങ്ങനെ പൂജിച്ചു പോകും. ഞങ്ങൾക്കൊക്കെ വിശ്വാസമാണ്. പക്ഷെ അതേ സ്ഥാനത്ത് ഞങ്ങളെ വീട്ടിലല്ലാത്തവരാരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും അഹിതമായിട്ട് ചെയ്താൽ അതിൻ്റെ ബലവും അവർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. ഇവിടെ അടുത്ത് അന്ന് ഈ ഞാൻ പറഞ്ഞല്ലോ അമ്പലമൊക്കെ ഉണ്ടാവണതിന് വേണ്ടി ഒരു തറയിലായിരുന്നു ഇതുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ അപ്പുറത്ത് പടിഞ്ഞാറ് ഭാഗത്ത് ഒരാൾ കുറേ പശു ഉള്ളൊക്കെ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ പറമ്പിലൊക്കെ ഒരുപാട് പുല്ലിങ്ങനെ വളർന്ന് നിൽക്കുന്ന സമയത്ത് ഇവരിവിടെ വന്നിട്ടാണ് അരിഞ്ഞു കൊണ്ടുപോകുക. അങ്ങനെ ഒരു പ്രാവശ്യം അവർ അരിയാൻ വന്ന സമയത്ത് അരിവാളിന് മൂർച്ച കുറഞ്ഞ സമയത്ത് അവരിങ്ങനെ അരിയാള അരിയില്ല, അവരിതുപോലെ ഈ കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് അണച്ച് ഇവർ വീട്ടിൽ പോയി. ഇവർ ഈ അരിവാൾ മൂർച്ചയ്ക്ക് അയാൾ പോയി. പക്ഷെ അയാൾക്ക് വയറ്റുനിന്നാണ് ഈ സംഭവങ്ങളെ ചോരയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങി. ഒരുപാട് മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല. അപ്പോൾ മരുന്ന് കഴിച്ചിട്ട് മാറാഞ്ഞിട്ട് മരുന്ന് ശരീരത്തിന് പിടിക്കാനായിട്ട് അവർ വീണ്ടും ജ്യോതിഷീൻ്റെ അടുത്ത് പോയി. ഇപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ നിങ്ങൾ അരുതാത്ത ചെയ്തിട്ടുണ്ട്, എവിടെയോ എന്തോ കത്തി അണക്കി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ചോദിച്ചപ്പോൾ ഇയാൾക്കിത് ഓർമ്മ വന്നു. അതിനിപ്പോൾ എന്താ ചെയ്യുക ചോദിച്ചു. ഒന്നും വേണ്ട, നിങ്ങൾ എണ്ണ കൊണ്ടുപോയിട്ട് നിങ്ങൾ എവിടെയാണോ ഇത് ചെയ്ത് അവരോടൊന്ന് സംസ്ഥാപരാധം പറഞ്ഞാൽ മതി, നിങ്ങളെ സൂക്കട് മാറുന്നതാണ്. അതേപോലെ തന്നെ അയാൾ എണ്ണയും കൊണ്ട് വരുമ്പോഴാണ് സംഭവം നമ്മളെ വീട്ടിലറിയുന്നത്. അപ്പോൾ അവർ പോയി ആ എണ്ണ അവിടെ വെച്ചു. അവരിത് സംഭവം ഞാൻ അറിയാണ്ട് ചെയ്തു പോയതാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞ് സംസ്ഥാപരാധം പറഞ്ഞു പോയി. അയാൾക്കത് മാറുകയും ചെയ്തു. പക്ഷെ അവർ വീട്ടിൽ നിന്ന് തുടർച്ചയായിട്ട് എണ്ണയൊക്കെ കൊണ്ട് തരാറുണ്ടായിരുന്നു, കത്തിക്കാറുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഏതൊക്കെയോ ആൾക്കാർ, ജാതിയില്ല മതമില്ല ഒന്നുമില്ല, എല്ലാവരും കൊണ്ടുവരാറുണ്ട് എണ്ണ. അവിടെ കത്തിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ അമ്പലമായി, പിന്നെ വിളക്കായി. പക്ഷെ എന്നാലും ഇതുപോലെ പുറമേയുള്ള അമ്പലങ്ങളിൽ ചെയ്യണമായിരുന്നില്ല. വീട്ടിനോട് ചേർന്നിട്ടുള്ള അമ്പലമാണ്. ഞങ്ങൾ തന്നെ ചെയ്യണം എന്നുള്ള, മറ്റൊരാൾ ചെയ്യാൻ പാടില്ല, ഞങ്ങൾ ചെയ്യാം. തറവാട്ടിൽ നിന്ന് ചെയ്യണം. പാട്ടിമുത്താച്ചിൻ്റെ തറവാട്ടിൽ നിന്ന് ആരെങ്കിലും വന്നിട്ട് ഈ പൂജ ചെയ്യണം. അവർക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിൽ ആരെന്തായാലും ഒരാൾക്ക് ഭക്ഷണം കൊടുക്കണമാതിരി ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊടുത്താൽ മതി, തൃപ്തിയാണ്. എപ്പോഴും പറയാറുണ്ട്, ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലതേ ചെയ്യുള്ളൂ, അവർക്ക് ഒരു ദോഷവും ഞാൻ ചെയ്യില്ല. നിങ്ങൾക്ക് ബുദ്ധിമുട്ടിൽ നിങ്ങൾ ഇവിടെ വന്ന് കത്തിക്കേണ്ട, അവിടുന്ന് എനിക്ക് വിളക്ക് കണ്ടാൽ മതി, ഞാൻ ആരും ഉപദ്രവിക്കില്ല. പക്ഷെ ഇന്നാരും ഉപദ്രവിക്കാൻ വരരുത്. ഇന്നും ആ മുത്തച്ഛി അവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ വിളക്ക് ഇപ്പോൾ നിങ്ങളെ സുൽത്താൻ്റെ കാര്യത്തിന് ഞാനിപ്പോൾ വിചാരിച്ച മുത്തച്ഛിയെ, എനിക്ക് എൻ്റെ മോനെ ഒക്കെ ഒന്ന് ശരിയായിരുന്നു, ഞാൻ തന്നെ വരും അങ്ങോട്ട്, ഞാൻ കത്തിക്കും വിളക്ക് അവിടെ. എനിക്ക് കത്തിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പോയിട്ട് ഞാൻ കത്തിക്കും. ഇവനെയും ഞാൻ കൊണ്ടുപോയിട്ട് കത്തിക്കാറുണ്ട്. കാരണം അത് ഞാനാണ് കൊണ്ടുപോകണത്. ഞാൻ കൊണ്ടുപോയി ഞാൻ തന്നെ അവനെ കൊണ്ട് കത്തിപ്പിക്കും. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ സ്വന്തം മുത്താച്ചിയാണത്. ഇതിങ്ങനത്തെ ഒരു സംഭവം അവിടെ തറവാട്ടിലുണ്ട്.